കോട്ടയത്ത് കനത്ത പോരാട്ടമായിരുന്നു അല്ലേ? എന്തായാലും പാലയടക്കം ഒരു ത്രികോണ മത്സരത്തിലേക്കൊക്കെ പോകുന്ന കാഴ്ചയായിരുന്നു പാലയിൽ. ചില കൗതുകമുണ്ട്, കാരണം പാലയിലും പൂഞ്ഞാറിലും മത്സരിക്കുന്നത് അച്ഛനും മകനുമാണ്. അപ്പോൾ അവര് ക്ലെയിം ചെയ്യുന്നത് ഒരു വീട്ടിൽ 2 MLA മാരുണ്ടാവുമെന്നാണ്. അച്ഛനേക്കാൾ കൂടുതൽ വലിയ വിജയം നേടുമെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു. കോട്ടയത്തെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കോട്ടയത്ത് ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. UDFന്റെ കോട്ട ആണെങ്കിലും ഇത്തവണയും കരുത്ത് തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. ചില അട്ടിമറികൾ ഉണ്ടാകുമെന്ന് BJPയും കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 72.16% ഇത്തവണ 75% മുകളിലേക്കെത്തി. കടുത്തുരുത്തിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നത്. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ പോളിംഗ് കുറഞ്ഞിരുന്നു. പുതുപ്പള്ളിയിലും ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തി. SIR പ്രശ്നവും പലരും വിദേശത്തായതും ഈ സ്ഥലങ്ങളിൽ പോളിംഗ് കുറച്ചു എന്നാണ് വിലയിരുത്തൽ. വൈക്കത്താണ് ഉയർന്ന പോളിംഗ്. എന്നാൽ നിലവിലെ പോളിംഗ് ശതമാനം UDFന് നൽകുന്ന ആത്മവിശ്വാസം കുറച്ചൊന്നുമല്ല. കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റുകൾ അടക്കം സ്വന്തമാക്കി കോട്ടയം ജില്ലയിൽ കരുത്തു തെളിയിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ LDF ഇത്തവണയും കോട്ടയത്ത് മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട്. പാലായടക്കം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം കഴിഞ്ഞ തവണ നേടിയ പല സീറ്റുകളും നിലനിർത്താനാകുമെന്നും കണക്ക് കൂട്ടുന്നു. BJP ആകട്ടെ പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ അട്ടിമറിയാണ് പ്രതീക്ഷിക്കുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 73.92% പോളിംഗ്. എന്നാൽ 2025 ഇത് 70.86 കുറഞ്ഞു. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 65.61% പോളിംഗ്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.